ഹായ്, ഞാൻ ദോശ. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ എന്തെങ്കിലും കരിഞ്ഞു വന്നേക്കണത് എന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ലാട്ടെ, എന്നെ നല്ല രീതിയിൽ ബാറ്ററൊക്കെ ഞാൻ നന്നായിട്ടൊക്കെ പൊന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അമ്മച്ചി രാവിലെ എടുത്ത് ദോശ ഇങ്ങനെ തവയിൽ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അമ്മച്ചിക്ക് ഒരു കോള് വന്നു. കോള് വന്ന ടൈമിലും അമ്മച്ചി കുറച്ച് നെയ്യൊക്കെ എന്നെ മേത്ത് തൂവാനായിട്ട് മറന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റിൽ കഴിക്കേണ്ട അത് കാരണം കൊണ്ടാണ്. ആ ടൈമിൽ അമ്മച്ചിക്ക് കോള് വന്ന ടൈമിൽ അമ്മച്ചി പറഞ്ഞു, ഇവിടെ ഒരു തല തെറിച്ച ചെക്കുണ്ട്, ആ ചെക്ക ഏത് നേരം ഫോണിലാണ്. ആ ചെക്കൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഈ ദോശൊന്നും നോക്കണം, അമ്മച്ചി ഇപ്പം കോള് വിളിച്ച് കഴിഞ്ഞിട്ട് അമ്മച്ചി ഇപ്പം തന്നെ വരാം, അടുത്തത് പരത്തി വെച്ചോ എന്ന് പറഞ്ഞു കേട്ടാ. ഈ ചെക്കൻ ഞാൻ പറഞ്ഞ പോലെ ഏത് നേരം ഫോണിലാണല്ലോ, അതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണ നേരത്തെ എന്നെ മറന്നുപോയി, ഞാൻ കരിഞ്ഞുപോയി. സാരമില്ല, അതൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കണ കാര്യമാണല്ലോ. അതേപോലെ ഒരു മറന്നൊരു കേസ് പറയാനാണ് ഞാൻ ഇന്നും വന്നേക്കണത്. നിങ്ങളെല്ലാവരും കുറേ റീലുകളൊക്കെ ഞാൻ കണ്ടു. പുട്ടിൻ്റെ ഒപ്പം കറി പോവും, പുട്ടിൻ്റെ ഒപ്പം പഴം പോവും, പപ്പടം പോവും, അത് പോവും, ഇത് പോവും, മറ്റേത് പോവും. വെറുതെ പുട്ട് വേവിച്ചെന്ന് അതിൻ്റെ മേലെ പഞ്ചസാര തൂവിട്ടാണെങ്കിൽ കഴിക്കാന്ന്. എന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ദോശയുടെ കൂടെ ചട്നി ഉണ്ടാവും, സാമ്പാർ കഴിക്കാനായിട്ട് പറ്റും, ചമ്മന്തി, പിന്നെന്താ കടലക്കറി, മുട്ടക്കറി, സോയ ചങ്ക്സ് കറി, ചെറുപയർ കറി, തുടങ്ങിയ എല്ലാ കറികളുടെ ഒപ്പം കഴിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് നോൺ വെജ് ഐറ്റംസിൻ്റെ ഒപ്പം കഴിക്കും. മീൻ കറി, ചിക്കൻ കറി, ബീഫ് കറി, പോർക്ക് കറി, ഇതൊക്കെ പറഞ്ഞ് തലേ ദിവസത്തെ മീൻ കറി ഇത്തിരി ബാക്കി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നിങ്ങൾ എന്നെ തട്ടാറുണ്ട്. അപ്പം എനിക്ക് വിഷമൊന്നുമില്ല, സാരില്ല പോട്ടെ. പക്ഷെ നിങ്ങൾ ഇനി റീലെടുക്കുമ്പോൾ എന്നെയും കൂടി ഒന്ന് പരിഗണിക്കണേ.